ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു കിടിലൻ ചിക്കൻ കറി റെസിപ്പി തയ്യാറാക്കിയാലോ. 15 മിനിറ്റ് കൊണ്ട് കുക്കറിലാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. ബാച്ചിലേഴ്സിനും ഹോസ്റ്റലേഴ്സിനും ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കാരണം നമ്മളിതിൽ ഓയിലോ ഗീയോ ബട്ടറോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു കറിവേപ്പിൻ്റെ എല്ലാം പെട്ടെന്ന് പോയി കൊണ്ടുവന്നോ എന്നുള്ളത്. അപ്പോൾ നമ്മളത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മേമയുടെ വീട്ടിലേക്ക് പോകട്ടോ. സ്കൂട്ടി എടുത്ത് പോകണം, കുറച്ച് ദൂരം ഉണ്ടെന്നേ. അപ്പോൾ നമുക്ക് പോയിട്ട് അത് പറിച്ചിട്ട് വരാം. അപ്പം ഞാനിത് നേരെ പോയപ്പോൾ ഇവനെ കണ്ടട്ടോ. ഇവൻ്റെ പേരാണ് ബൂബി. നന്നായിട്ട് നമ്മൾ വികൃതിയാട്ടുന്ന ഒരു പരുവത്തിലാണ് ആളിരിക്കുന്നത്. കുറച്ച് ദേശത്തിലാണ് ആളിരിക്കുന്നത്. എന്നാലും കുറേ നേരം അവൻ്റെ കൂടെയൊക്കെ ഒന്ന് കളിച്ചു. അതിനുശേഷം നേരെ ടെറസിലേക്ക് പോയി. അപ്പം നമ്മുടെ മേമ പറഞ്ഞു നല്ല തെന്നലിൻ്റെ ടെറസ് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അവിടെ കൊട്ടി പറഞ്ഞ് വീഴുന്നു പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചത് അതും അതുപോലെ തന്നെ റംബൂട്ടാനൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. റംബൂട്ടാനൊക്കെ നല്ല കിടിലനായിട്ട് നല്ല ചുവപ്പ് കളറിൽ നിൽക്കുന്നുണ്ടല്ലേ. അതൊക്കെ പറിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അത് ചിക്കൻ ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്ര ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ഈ ഒരു കുക്കറിലാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അമ്മയുടെ കുക്കറാട്ടോ. അപ്പോൾ അതിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കുക്കറിലേക്ക് നമുക്ക് ഉള്ളി, അതേപോലെ തന്നെ തക്കാളി, ഞാൻ ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. കാരണം നമ്മളിത് വയറ്റുന്നതല്ലല്ലോ. അപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു രുചി നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ട അതിനനുസരിച്ചിട്ട് ഉള്ളിയും തക്കാളി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും മിക്സ് ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തതാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. നമ്മൾ പറിച്ചെടുത്ത കറിവേപ്പിനിൽ കൂടെ ഇട്ടുകൊടുക്കാം. ഇനി ഞാനിത് 1 കിലോൻ്റെ അടുത്താണ് കേട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇതേപോലെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഇതിലേക്ക് പാകത്തിന് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചെടുക്കണം. അതിന് മുന്നേയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് നമുക്ക് ഈ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ ഇതിലേക്ക് പിടിക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് 2 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ചിക്കൻ കറിക്ക് ഇവരൊക്കെ വെയിറ്റിംഗ് കേട്ടോ. ഇവൻ പങ്കുവാണേ. അപ്പോൾ ഇവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. അത് നമുക്ക് ഈ ഒരു വിശ്രമവേള ആനന്ദകരമാക്കാൻ നമ്മൾ നേരത്തെ പറിച്ച് കൊണ്ടുവന്ന ഈ റംബൂട്ടാനല്ലേ, അതൊന്ന് കഴിച്ചു നോക്കാം. മധുരമുണ്ടോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സംഭവം മധുരം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. നമുക്കിത് വിസിലൊക്കെ വന്നിട്ടുണ്ട്. 2 വിസിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആ ഒരു വിസിലൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിത് ഈ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് നല്ല കിടിലനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചുവപ്പ് കളറിൽ സാധനം റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അവസാനിപ്പിക്കാവുന്ന കേട്ടോ. ഇനി പണിയെടുക്കാൻ കുറച്ച് മടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അവസാനിപ്പിച്ചിട്ട് ചോറിൽ കൂട്ടിയിട്ട് കഴിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഒന്നും കൂടെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മൺചട്ടിയിലേക്ക് ഇതേപോലെ ചിക്കൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇപ്പം തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികൾ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ കേട്ടോ. അപ്പോൾ അതേ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതേ ചോറിലോ ചപ്പാത്തിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദോശയിലോ പൊറാട്ടയിലോ എന്തിൽ കൂട്ടിയിട്ട് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ അത് അടിപൊളി ചിക്കൻ കറിയാണ്. തയ്യാറാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് കമൻറ്റിൽ പറയൂ.